വേറെ പല രാജ്യങ്ങളിലും പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച വേഷം, നമുക്ക് പഠിപ്പിച്ച രീതി, അതൊക്കെ മുറുകെ പിടിച്ച് അതിനപ്പുറത്ത് അതിനേക്കാൾ നല്ലതുണ്ടെന്നൊരു ധാരണ നമുക്കുണ്ടാകരുത്. വേറെ ആരെയും നമ്മൾ കുറ്റം പറയണ്ട, വേറെ ആരെയും നമ്മൾ തെറി പറയണ്ട, നിസ്സാരപ്പെടുത്തണ്ട. പക്ഷേ ഇതിനേക്കാൾ നല്ലത് അപ്പുറമാണ് എന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരുടെ എന്തെങ്കിലും പ്രവൃത്തികളോ അല്ലെങ്കിൽ അതാണ് ഇമാം ഗസാലി പറഞ്ഞത് ചില ഹഫവാത്തുകൾ, ആ ഹഫവാത്തൊന്നും തെളിവിന് പറ്റൂല എന്ന് ഇമാം ഗസാലി പറഞ്ഞത്. അത് ഹഫവാത്താണ്. അവരതിനേക്കാൾ വലിയ ഒരുപാട് നല്ല കാര്യം ചെയ്തു ചിലപ്പോൾ അവർക്ക് അല്ലാഹു വെറുത്തു കൊടുത്തു എന്ന് വരും. അതുകൊണ്ട് അവരെ നമ്മൾ നിസ്സാരപ്പെടുത്താനും പോകണ്ട. നമ്മളുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്ന വഴി മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാർ അവറുകളെ സംബന്ധിച്ച് നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, അത് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ്. അതുപോലെ അതിനുശേഷവും മുമ്പുമായി ജീവിച്ചു പോയ നമ്മുടെ പൂർവീകരായ ആലിമീങ്ങൾ കാണിച്ചു തന്ന ആ വഴി ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കാണിച്ച വഴിയാണ്. അത് മമ്പർദങ്ങൾ കാണിച്ച വഴിയാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കാണിച്ച വഴിയാണ്. സൈനുദ്ദീൻ മഅബരി തങ്ങൾ കാണിച്ച വഴിയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ കാണിച്ച വഴിയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇമാം നവവിയും ഇമാം ഗസാലിയും ഇമാം റാഫിയും ഒക്കെ കാണിച്ച വഴി. അതാണ് മഹാന്മാരുടെ വഴി. അതിനേക്കാൾ നല്ലൊരു വഴി വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് കടമെടുക്കാമെന്നൊന്നും ആർക്കും തോന്നുകയും ചെയ്യരുത്.